ഇനി ഞാൻ കുറേ ദിവസം നിങ്ങളോടൊപ്പം. അച്ഛാ, അംബിക മാഡം പറയുന്ന സത്യ. മാഡം ഇനി കുറച്ചു ദിവസം നമ്മളോടൊപ്പം താമസം, നമ്മുടെ ഗസ്റ്റായിട്ട്. അയ്യോ, ഗസ്റ്റായിട്ടൊന്നും കൂട്ടണ്ട. ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കരുതിയാ മതി. അവിടെ കൊണ്ട് രമമന്തി, അതാണ് കറക്റ്റ്. പിടിച്ചേ മേഡം, ഇങ്ങോട്ടിരിക്കേ. അതെ, നമ്മളൊക്കെ തമ്മില് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാരും അങ്ങ് മറന്നേക്ക്. നീ എന്തിനാണ് ഇങ്ങനെ പകച്ചു നിൽക്കണേ? മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കടി. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ മേഡം? സന്തോഷം, അത് മതി. ഇപ്പൊ ചൂടല്ലേ? ഇങ്ങതാ. അല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത മനുഷ്യരുണ്ടോ? ദൈവങ്ങൾ തന്നെ തമ്മി വഴക്കുണ്ടാക്കുന്നു, പിന്നെയാണ് മനുഷ്യര്. അല്ലേ അംബികെ? അതേ മുണ്ടക്കലമ്മേ. അല്ല, മുണ്ടക്കലമ്മ ഇവിടെ ഉള്ളതേ എനിക്ക് വലിയ സന്തോഷം കേട്ടോ. സമയം പോകുന്ന അറിയില്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം തള്ളിത്തിരി കൂടുതലാ. അല്ല പ്രിയേ, എന്റെ പഴയ പി ഇല്ലേ ഇവിടെ? ജയൻ ഇവിടെ ഇല്ല മാഡം. ആ, ഇലക്ഷൻ 8 നിലയിൽ പൊട്ടിയതോടെ അനന്തം പിള്ള അകത്തായി. അനന്തം പിള്ളയുടെ പുറകെ നടന്ന കുറെ അലവലാദികൾ ഒളിവിലുമായി. എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജയനെ തിരക്കിയിട്ട് പോലീസ് കിടക്കുക. അവൻ അണ്ടർഗ്രൗണ്ടിലാ. എന്ന് വെച്ച് ജയേട്ടൻ ആരുടെയും ഒരു പൈസയും കട്ടെടുത്തിട്ടില്ല മാഡം. ഏതൊരു ഭാര്യ അങ്ങനെയല്ലേ പറയൂ. മേഡം, ഹോ, സുഖായി. മനസ്സും ശരീരവും ഒന്ന് തണുത്തു. അല്ല, ഞാൻ എന്തിനാ തൽക്കാലം ഇങ്ങോട്ട് താമസം മാറുന്നേന്ന് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. എന്തായാലും ഞാൻ പറയാം. പ്രതാപനെ ഡൽഹിയിൽ യാത്ര. ശേഖരനും യാമിനിയും കോയമ്പത്തൂർക്ക് പോയി. പിന്നെ ഋതികയ്ക്കും രാജുവിനും ഒരു ഹണിമൂൺ ട്രിപ്പ്. യെസ്, യാമിനി തിരികെ വരുന്നവരെ ചേച്ചിക്ക് രാജുവിന്റെ വീട്ടിൽ താമസിക്കാം. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷായി മോളെ. രാധമേ, അമ്മായിക്ക് ഏത് മുറിയെ കൊടുക്ക? ഒരു കാര്യം ചെയ്യാം. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി പ്രിയയുടേതാ. എന്തായാലും ജയനും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. മോളെ, നീ ആ റൂം അമ്പിയുമായിടത്തു നിന്ന് ഒഴിഞ്ഞു കൊടുത്തേ.